ഹലോ ഗൈസ്, ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഉള്ളൊരു വീഡിയോ ആണ്. എന്താ പറയാ, പക്ഷെ ഇന്നത്തെ ദിവസം വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ ചാനലുണ്ട്. സോ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ, ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ലാലേട്ടന്റെ ബർത്ത്ഡേ വിഷസ് നേരെയാണ്. അപ്പൊ ഈ വീഡിയോ ഞാൻ സത്യത്തില് എഡിറ്റ് ഒന്നും ചെയ്യാതെ റോ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. വെറുതല്ല, കാരണം ഇന്ന് ദൃശ്യം 3 എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമയിലും ലാലേട്ടന്റെ ഫിലിമോഗ്രാഫിയിൽ മാത്രമല്ല മലയാള സിനിമയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന 2013 മുതൽ ദൃശ്യം 1 മുതൽ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ. സോ 2021 ദൃശ്യം 2 ഇറങ്ങി. അത് കാരണം സീക്വലിന് എപ്പോഴും പറയുമ്പോൾ ഒരു എന്താ പറയാ, കുറച്ചൊരു ഒരു ചാലഞ്ചിങ് പരിപാടിയാണ്. പക്ഷെ അത് അതിന് മുകളിലേക്ക് കൊണ്ടുപോയി ജിത്തു ജോസഫ് എന്ന റൈറ്റർ. അപ്പം ദൃശ്യം 3 എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം മലയാളികൾ മാത്രമല്ല, ഇപ്പം ഇന്ത്യക്കാർ മൊത്തം വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയായി മാറിക്കഴിഞ്ഞ്. സോ ആ ദൃശ്യം 3 റിലീസാണെന്ന്. ഞാനിപ്പോ യുഎയിലാണ്. യുഎയിൽ ഈ വേഷത്തിൽ എന്താന്ന് വെച്ചാല് ഓഫീസിൽ ഉണ്ട്, പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് നേരെ ഓഫീസിലേക്ക് പോകുന്ന പരിപാടിയാണ്. സോ അങ്ങനെ ആ തിയേറ്ററിലേക്ക് പോവാണ്. 6:30 യുഎയിൽ ടൈം 6:30 ഷോ, അതായത് നാട്ടിൽ 8 മണിക്ക്. സോ ഇപ്പം തിയേറ്ററിലേക്ക് പോവാണ് 6 മണി കഴിഞ്ഞൂടെ. ഇത് ഈ വീഡിയോ അവസാനം ഈ സിനിമ, കാരണം ഇപ്പം സിനിമ കാണാൻ പോവാണ്. ഇതിന്റെ വീഡിയോന്റെ അവസാനം അത് കണ്ടു കഴിഞ്ഞുള്ള റിവ്യൂ അടക്കം ഇടാന്നുള്ള അങ്ങനെ ഒരു പ്ലാനിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇന്നത് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ പറയാ, നമ്മൾ ഈ ചാനൽ എന്താ ലാലേട്ടന് വേണ്ടിയുള്ള ചാനലായിരുന്നത്. സോ അപ്പം എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ഇപ്പം സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ എന്താന്ന് നമുക്ക് പറയാം. കാരണം ഒരു രസമായിരിക്കില്ല. കാരണം ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിലെ എക്സ്പെക്ടേഷനും ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ അത് സിനിമ കണ്ടു കഴിഞ്ഞുള്ള റിവ്യൂ കൂടെ ആകുമ്പോൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. വേറൊന്നല്ല, എനിക്ക് ദൃശ്യം 3 എന്ന് പറഞ്ഞത് ഇത് നമ്മള് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ എഴുത്തുകാരനുള്ള പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻസ്, പിന്നെ നമുക്കറിയാം ലാലേട്ടന്റെ കരിയറിലേക്ക് തോന്നുന്നു മറക്കാനാവാത്ത, ഇപ്പൊ എല്ലാ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്ന മറക്കാനാവാത്ത ഒരു ക്യാരക്ടറാണത്. അത് ചില എഴുത്തുകാരന്റെ എന്താ പറയാ, നമുക്കിപ്പം ഈ ദൃശ്യം ഫസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബാംഗ്ലൂരിൽ ഞാൻ കണ്ടത് 2013. അപ്പൊ അത് ആ ക്ലൈമാക്സിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോണ്ടായിരുന്ന ഒരു കിക്ക് ഉണ്ട്. ആ ഒരു ട്വിസ്റ്റ്, ആ ഒരു നമ്മൾ പറയല്ലോ സോക്കോൾ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ സംഭവമൊക്കെ ആ സിനിമയിൽ കൂടെയൊക്കെയാണ് എനിക്ക് ഞാൻ കണ്ടതും എന്താ പറയാ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ അതിന് മുകളിൽ വെക്കണം ഒരു സിനിമ, എസ്പെഷ്യലി അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് 2ാം പാർട്ട് വരുമ്പോൾ, സീക്വൽ വരുമ്പോൾ അതിന് മുകളിൽ പോകണം എന്നുള്ളൊരു സംഭവമുണ്ട്. എന്നാൽ അത് അതിനെക്കാട്ടി അപ്പുറത്തേക്ക് ജിത്തു ജോസഫ് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര നെട്ടിയെന്ന കാര്യമാണ്. അപ്പം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇനി എത്ര പറഞ്ഞാലും പ്രതീക്ഷ വാനോളമാണ്. അത് മോഹൻലാൽ എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്, പിന്നെ ജിത്തു ജോസഫ് എന്ന റൈറ്റർ ഉണ്ട്. ഒരു ദൃശ്യം എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിയിൽ വരുന്ന സിനിമ പറഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് അവർ പറയുന്നത് എന്താ പറയാ, അത് അങ്ങനെയൊന്നുമില്ല. ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ അതൊക്കെയാണ് സമ്മതിച്ച്, അതൊക്കെ ഉണ്ടാവും. ഇതിൽ ഈ ഭാഗത്തിൽ ലാലേട്ടനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ലാലേട്ടൻ ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ എന്നാലും ഞാനിപ്പം എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വ്യക്തമായിട്ട് ചിത്രത്തിന് അറിയാം, ഒരു ഇമോഷണൽ ഡ്രാമ മാത്രം കൊടുത്താൽ ഒരിക്കലും നമ്മൾ ഫാൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഫാൻസ് ഇത് പറയണ്ട, കാരണം ഇത് ഒരു ആരാധകരുടെ കയ്യിൽ നിന്നൊക്കെ പോയ സിനിമയാണ്. ഇന്ത്യയിൽ മൊത്തമുള്ള ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചുമ്മാ ഒരു ഇമോഷണൽ ഡ്രാമ മാത്രം ദൃശ്യം 3 എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്താൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിലെന്തായാലും ട്വിസ്റ്റ് ആൻഡ് ടേൺ, സസ്പെൻസും സർപ്രൈസും ഒക്കെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് 100 മണിക്ക് എനിക്ക് ആകെയുള്ള ഒരു ടെൻഷനല്ല. കാരണം ഇനിയിപ്പോ നല്ലൊരു ഇമോഷണൽ ഡ്രാമ ഒരു സിനിമ ആണ് ഇതെങ്കിൽ പോലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. അതിൽ നമ്മളെ അമ്പരിപ്പിക്കുന്ന സീനും എന്താ പറയാ സർപ്രൈസ് എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സോ അത് എന്തായാലും അത് ജിത്തു ജോസഫിനും ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരിനും എല്ലാവർക്കും അറിയാം. സോ അങ്ങനെ ഒരു ചുമ്മാ ഒരു സിനിമ ഒരിക്കലും അവർ എടുത്തു വെക്കില്ല. സോ കാണാൻ പോകുന്നത് ഒരു അത്ഭുതമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും തിയേറ്ററിലേക്ക് പോവാണ്. ഇനി നമുക്ക് എന്താ പറയാ, തിയേറ്ററിൽ കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ ചെയ്യാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഒന്നും കൂടി സിനിമ കണ്ട് ഇതാപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ചൂടോട് കൂടി തന്നെ പറയാന്ന് വിചാരിച്ച്. എന്റെ അമ്മോ, എന്താണ് ഇപ്പം പറയേണ്ടത്? കാരണം നമ്മള് ഒരു ജിത്തു ജോസഫ് സിനിമ, അത് മാത്രമല്ല ദൃശ്യത്തിന്റെ 3ാം ഭാഗം, അതൊന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അത് ഫുള്ള് ഇതെല്ലാം നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്.
എന്താ പറയാ, ആസ് യൂഷ്വൽ നമ്മള് ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര ഒരു പക്ഷെ ഒരിക്കലും എനിക്കൊരു എന്താ പറയാ സ്ലോ പേസ് ആയിട്ടൊന്നും തോന്നിയില്ല. വേണ്ട എല്ലാം എന്താ പറയാ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഫൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫില്. ഞാൻ വിചാരിച്ചിരുന്നു മൂന്നാം ഭാഗമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഫൺ എലമെന്റ് ഒന്നും തീരെ ഉണ്ടാവില്ല അങ്ങനെ. പക്ഷെ എന്നാലും മാക്സിമം അതായത് എൻഗേജിങ് ആക്കിക്കൊണ്ട് ഒരു തരത്തിലും എവിടെയും ഒരു സ്ലോ പേസിലല്ലാതെ ഇന്റർവെല്ലിൽ വന്നിട്ട് നമ്മളൊരു സർപ്രൈസ് എലമെന്റ് കൊണ്ട് കാണിക്കും. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു സർപ്രൈസ് എലമെന്റ് കാണിക്കും. ഓക്കെ, പിന്നെ ഇന്റർവെല്ലിന് ശേഷം എന്താ പറയാ അതൊരു നമ്മള് എന്താ പറയാ ദൃശ്യം 3നെ പറ്റിയ നമ്മൾ ഇപ്പൊ സാധാരണ നമ്മളൊന്ന് നല്ല സിനിമ കണ്ടാൽ നമ്മള് ഗംഭീര സിനിമ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഈ സിനിമയ്ക്ക് ഇല്ല ആക്ച്വലി. കാരണം നമ്മളത് ഓൾറെഡി ഒരു 100% നമ്മൾ ഉറപ്പുള്ള കാര്യമായിരിക്കും നമുക്ക് അല്ലെ. പിന്നെ ആകെയുള്ള ഒരു ചലഞ്ചിങ് എന്താണ് ജിത്തു ജോസഫിന് അല്ലെങ്കിൽ ഈ ദൃശ്യം ഫ്രാഞ്ചൈസിക്ക് ഉള്ളത് വെച്ചാല് അത് മീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഏത് സിനിമ കാണുമ്പോൾ നമ്മളത് നന്നായിരിക്കുമോ എന്നുള്ള ഒരു ഇതാണ് നമ്മൾ സാധാരണ സംസാരിക്കുക. പക്ഷെ ദൃശ്യം 3 ദൃശ്യം ഫ്രാഞ്ചൈസി അങ്ങനെയല്ല, അത് മീറ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഓരോ ഭാഗവും ഒന്നിനൊന്ന് മെച്ചമാക്കുന്നത് കൊണ്ട് അത് മീറ്റ് ചെയ്യൂ, നമ്മളൊരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുള്ള ഡൗട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തത് മാത്രമല്ല ഒരു പുതിയൊരു സംഭവം. കാരണം ഈ ഇന്റർവ്യൂവിന്റെ ടൈമിൽ എപ്പോഴും ജിത്തു ജോസഫും ലാലേട്ടനും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എന്റെ കയ്യിൽ നിന്ന് പോയി, എന്റെ ആ ക്യാരക്ടർ എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് സത്യമാണ്. കാരണം ഒരുപാട് സർപ്രൈസുകള്, ഒരുപാട് എന്താ പറയാ സസ്പെൻസും സർപ്രൈസുമായിട്ട് നമ്മളെ ട്വിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ലാസ്റ്റ് വരുന്ന ട്വിസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് നമ്മളെ കാണിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതാണ്. നമ്മള് ദൃശ്യം 2 നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. അതേപോലെ സെക്കൻഡിലും ഉണ്ടായിരുന്നു, 1ലും 2ലും ഒക്കെ ഉണ്ട്. അതേപോലെ 3ലുള്ള കാര്യം നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. എന്നാൽ ആ ട്വിസ്റ്റിന് കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മളൊരു മേ ബി ഒരു നോർമൽ ഫാമിലിന്റെ നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ നിരക്കുന്നതല്ല. ജോർജ് കുട്ടി ചെയ്യുന്ന കാര്യം നമുക്കൊരു ഫാമിലി മാൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അത് എത്ര പേർക്ക് അത് എങ്ങനെ നമ്മളത് ഡൈജസ്റ്റ് ആവുന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ ആ ഒരു സംഭവം. കാരണം അങ്ങനത്തെ ഒരു ലിസ്റ്റാണ്. അതിന് ലാലേട്ടനും ജിത്തുവും പറഞ്ഞ പോലെ ജോർജ് കുട്ടി എന്താ ചെയ്യുന്നതെന്ന് ജോർജ് കുട്ടിക്കോ ഇവർക്കൊന്നും അറിയില്ല. ഇവരെ കയ്യിൽ നിന്ന് ക്യാരക്ടർ പോയിന്ന് സത്യമാണ്. ഏറ്റവും എന്റെ ടൈലൻഡിൽ വരുന്ന ട്വിസ്റ്റ് അങ്ങനെയാണ്. അത് എനിക്കും ആദ്യം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ എന്താ പറയാ, ഒരു ക്യാരക്ടർ നമ്മളിങ്ങനെ വളർന്ന് പോകുമ്പോ എനിക്കിനി ഒരു കാര്യമുള്ളത് എന്റെ ഒരു ഇതില് ഈ മേ ബി ഈ 3rd കൂടി അത് അവസാനിച്ചോട്ടെ, ഈ സിനിമ ഈ ഒരു ഫ്രാഞ്ചൈസി നിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനെ അങ്ങോട്ട് ക്യാരക്ടർ പോയാൽ ഇനി എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് ആക്ച്വലി. കാരണം എൻഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, ആ ഒരു പോസിബിലിറ്റി വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇതോടെ തീരാം ഈ ഫ്രാഞ്ചൈസി, അല്ലെങ്കിൽ 4ാം ഭാഗത്തേക്ക് പോകാന്നുള്ള ലെവലിൽ തന്നെ എൻഡ് ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞ ഏറ്റവും എൻഡിൽ വരുന്ന ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മളെ വേണമെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യിക്കാവുന്ന ട്വിസ്റ്റാണ്. ബട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയൊരു മാനം കൂടെ, പുതിയൊരു സംഭവം കൂടെ ഈ സിനിമയിൽ ജോർജ് കുട്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു ലാലേട്ടൻ ലാലേട്ടൻ പരിവേഷം, അതായത് മോഹൻലാൽ എന്ന് പറഞ്ഞ അത് മാസ്, അത് നമ്മൾ ദൃശ്യത്തിൽ അധികം കണ്ടില്ല. നമ്മൾ കണ്ടത് വെറും അദ്ദേഹത്തിന് ബ്രില്യൻസ് കൂടെയാണ്. എന്നാലല്ല, ഈ സിനിമയിൽ ചെറിയ ഡയലോഗിലുള്ളൊരു മാസ് കൂടി വരുന്നുണ്ട്. സോ 4ാമത്തെ ഭാഗം വരുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ആ ഭാഗം ഒന്ന് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റും. എനിവേ, ഞാനിപ്പോൾ ആ സിനിമ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം തന്നെ ഈ സിനിമ ഇതിനെ പറ്റി പറയണം എന്ന് തോന്നി പറയാണ്. ഗംഭീര സിനിമ. നമ്മളൊരു 3ാം ഭാഗത്തും ദൃശ്യത്തിന്റെ ഫ്രാഞ്ചൈസി എന്താ പ്രതീക്ഷിക്കുന്നത്, അത് എല്ലാം നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കും. എല്ലാവരും പോയി കാണുക, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.